കൊല്ലം ജില്ലയിലെ കായലുകളെ ആശ്രയിച്ച് നൂറുകണക്കിന് കുടുംബങ്ങളാണ് കഴിയുന്നത്. കടലിൽ ട്രോളിംഗ് നിരോധനമെത്തിയതിനാൽ കായലിൽ നിന്ന് ലഭിക്കുന്ന മത്സ്യത്തിന് വൻ ഡിമാൻഡ് ലഭിക്കേണ്ട സമയമാണിത്. എന്നാൽ കായലിൽ വിഷം കലർത്തി മീൻ പിടിക്കുന്ന സംഘങ്ങൾ പുറത്തുനിന്നെത്തിയതോടെ ഇവരുടെ വരുമാനവും കുറഞ്ഞു. രാത്രിയുടെ മറവിലെത്തുന്ന സംഘങ്ങൾ കായൽ വിഷം കലർത്തുമ്പോൾ മത്സ്യക്കുഞ്ഞുങ്ങളടക്കമാണ് നശിപ്പിക്കപ്പെടുന്നത്. ഇത് മത്സ്യമേഖലയിൽ ഉയർത്തുന്ന ഭീഷണി ചില്ലറയല്ല. ഞങ്ങൾ 10-15 രൂപയുടെ സാധനം കൊണ്ടുപോയിട്ട് ഇന്ന് കിട്ടിയ ഒരു ചെറിയ ഞണ്ടാണ്. അപ്പോൾ ഇവിടെ ലൈറ്റ് പിടുത്തം, പിന്നെ ഈ പടലിടകം, പിന്നെ ഈ ലൈറ്റ് പിടുത്തം, പിന്നെ ഈ പെട്രോൾ മേഴ്സ് ലൈറ്റ് വെച്ചാണ് കൂടുതലും പിടിക്കുന്നത്. അത് വരുത്തരാണ്. അവരൊക്കെ ഒറ്റയ്ക്കൊന്നും നമുക്ക് നേരിടാൻ പറ്റത്തില്ല. കടലും കായലും ചേരുന്ന സ്ഥലങ്ങളിൽ നിരോധിത കുറ്റിവലകൾ ഉപയോഗിച്ച് മീൻ പിടിക്കുന്ന സംഘങ്ങളും സജീവമാണ്. പ്രജനനത്തിനായിരുന്ന മത്സ്യങ്ങളടക്കം ഇവരുടെ വലയിലാകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കരിമീനും വിവിധയിനം ചെമ്മീനുമെല്ലാം സുലഭമായിരുന്നു ഇവിടെ. എന്നാൽ മലിനീകരണത്തിന്റെ തോതുകൂടി വർദ്ധിച്ചതോടെ ഇവയെല്ലാം അപൂർവ ഇനങ്ങളായി മാറി. ഒരു ദിനം മുഴുവൻ കായലിലലഞ്ഞാൽ 200 രൂപ പോലും ലഭിക്കാത്ത അവസ്ഥ. വള്ളത്തിനുള്ള വാടകയും ഇതിൽ നിന്ന് കണ്ടെത്തണം. 10,000 രൂപ വരെ മുടക്കി വാങ്ങുന്ന വലകൾ വിരിച്ച് കാത്തിരിക്കുമ്പോഴാകും സ്വകാര്യ റിസോർട്ടുകളിൽ നിന്നുള്ള ബോട്ടുകൾ ചീറിപ്പാഞ്ഞെത്തുന്നത്. വല മുറിച്ചു പായുന്ന ബോട്ടുകളെ നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ മത്സ്യത്തൊഴിലാളികൾക്ക് കഴിയാറുള്ളൂ. സർക്കാർ ആനുകൂല്യങ്ങൾ പോലും കടലാസിലൊതുങ്ങുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. ക്യാമറമാൻ അനിരുദ്ധനോടൊപ്പം PL കിരൺ, മീഡിയ 1, കൊല്ലം.